മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്താടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്താടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട. இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ. ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിയെന്ന ദോഷം അങ്ങനെ തീരുകയാണ്, തീർന്നോട്ട.